കോഴിക്കോട് പാലാഴിയിൽ ബൈപ്പാസിനടുത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. മണ്ണിനടിയിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനിടയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. അവിടുന്ന് ഇങ്ങോട്ട് 5-6 വീട്ടിലേക്കുള്ള വഴി അംഗൻവാടി, ചെറിയ കുട്ടികളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോണ വഴിയാണത്. ഇതിന് അംഗൻവാടി പോണവരോട് ഞാൻ ഇപ്പം പറയുകയെ ചെയ്യുക, അതിലെ പോവരുതിട്ട് ഞങ്ങൾ അപ്പുറത്തൂടെ പൊയ്ക്കോളിയാണ്ട് അപ്പുറത്തൂടെ വിടുകയെ ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി പുറത്തു പറഞ്ഞ ഡോക്ടറോട് നിലപാട് മയപ്പെടുത്തിയ ആരോഗ്യമന്ത്രി. ഡോക്ടർ ഹാരിസ് സത്യസന്ധനും കഠിനാധ്വാനിയും. ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കുമെന്നും വീണ ജോർജ്. ഇന്നലെ പറഞ്ഞത് ആവർത്തിച്ച് ഡോക്ടർ ഹാരിസ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കായി രോഗികളോട് നമ്മൾ പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. തൃശൂർ പുതുക്കാട് അവിവാഹിതരായ പങ്കാളികൾ കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചിട്ടതായി സംശയം. അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി. യുവതി കസ്റ്റഡിയിൽ. ദോഷപരിഹാര കർമ്മത്തിനായി അസ്ഥികൾ സൂക്ഷിച്ചെന്ന യുവതിയുടെ മൊഴി. മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് തുടരുന്നതിനിടെ സുംബ പരിശീലനത്തിൽ ചർച്ചയാകാമെന്ന വിദ്യാഭ്യാസ മന്ത്രി. അധിക്ഷേപിച്ചവർ മാപ്പ് പറയണമെന്നും വി ശിവൻകുട്ടി. സംശയം ചോദിച്ചവരെ തീവ്രവാദിയാക്കേണ്ടതില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സുംബ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ 13 സ്പിൽവേ ഷട്ടറുകളും തുറന്നു. പെരിയാർ തീരത്ത് ജാഗ്രത. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു.